ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആര്യനെ വണ്ടി ഇടിച്ച് കൊല്ലാനായിട്ട് അയാൾ വരുന്നത് കണ്ട് നമ്മുടെ മിത്ര ഓടിച്ചെല്ലും. ആര്യ മാറാമെന്നും പറഞ്ഞു. അപ്പോഴേക്കും ഇയാൾ വന്നങ്ങ് കയറ്റി ആര്യൻ്റെ വണ്ടിയുടെ നേരെ. പക്ഷെ ആര്യൻ വണ്ടി മിത്രയെ കണ്ട് സൈഡ് മിത്ര എന്തോ കാണിക്കുന്നുണ്ട് ഓടി സൈഡിലേക്ക് ചെരിച്ച് ഇതാക്കിയപ്പോഴേക്കും മറിഞ്ഞങ്ങ് വീണു കേട്ടോ. മിത്ര ഓടി വന്നിങ്ങനെ പിടിച്ചു എന്നും പറഞ്ഞ് മറ്റവൻ അങ്ങ് പോവുകയും ചെയ്തു. ആര്യൻ എന്നിട്ട് ഒരു തരത്തിൽ പതുക്കെ എഴുന്നേക്കുക. അപ്പോൾ ആര്യൻ്റെ കൈയൊക്കെ കുറച്ച് മുറിഞ്ഞു. അപ്പോൾ ആര്യ നമുക്ക് ആശുപത്രി പോകാമെന്ന് മിത്ര പറഞ്ഞു. പക്ഷെ ആര്യൻ അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ലടോ, ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ആര്യന് കൊല്ലാൻ വന്നാന്നുള്ളൊരു തോന്നലൊന്നുമില്ല. അപ്പോൾ കൈക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു മിത്ര. ഒന്ന് വിടും മിത്രേ, ചെറിയൊരു വേദന അത്രേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് മിത്രയോട് ആര്യൻ ഇങ്ങനെ പറയാം. അപ്പോഴേക്കും മിത്രയ്ക്ക് ടെൻഷനായി. അല്ല, എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ആ വണ്ടി ആര്യൻ്റെ പുറകെ വേഗത്തിൽ വരികയായിരുന്നു എന്നും മനഃപൂർവ്വം വരുന്നത് പോലെ ഉണ്ടായിരുന്നുവെന്നും മിത്ര ഇങ്ങനെ ആര്യനോട് പറയും. അപ്പോൾ അത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി ആര്യൻ. ശരിക്കും മരണത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് ആര്യൻ രക്ഷപ്പെട്ടത്. പെടുത്തിയത് നമ്മുടെ മിത്രയും. അപ്പോൾ എനിക്ക് കുറച്ച് വെള്ളം കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന് ആര്യൻ പറഞ്ഞപ്പോൾ ആര്യൻ ഇവിടെ നിന്നാൽ മതി, ഞാൻ വെള്ളം വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ മിത്ര വെള്ളം മേടിക്കാനായിട്ട് പോവുക. അങ്ങനെ ആ വണ്ടിക്കാരൻ നേരെ മിഥുൻ്റെയും അലോഹിൻ്റെയും മുന്നിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ മിഥുനാണ് തല്ലാൻ കൈ ഓങ്ങുവാണ്. ഇവൻ വിവരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിന്നെ ഞാനെന്നും പറഞ്ഞു. അപ്പോൾ അലോഹ് വിട്ടേരെ മിഥുനെ, ഇനിയും സമയം കിടക്കല്ലേ, അവൻ്റെ സമയമായില്ല എന്ന് അലോഹ് പറയുക കേട്ടോ. ഇനിയിപ്പോൾ ആര്യനും മിത്രയ്ക്കും സംശയം തോന്നും. നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും പണിയാകുമെന്നു. അപ്പോൾ നമ്പർ കള്ള നമ്പറാണെന്ന് ഈ വണ്ടിക്കാരൻ പറയുക മിഥുനോട്. അവനെ ഇടിച്ചിട്ട് മധുരയിലോ തിരുനെല്ലിയിലോ ഇവന് താമസിക്കാൻ ഒരു താവളം വരെ ഞാൻ ഉണ്ടാക്കിയതായിരുന്നു. ഇടിച്ചിട്ട് നേരെ അങ്ങോട്ട് വിട്ടാൽ മതിയായിരുന്നു, എല്ലാം നശിപ്പിച്ചിട്ട് നിൽക്കുവാണെന്നൊക്കെ മിഥുൻ ഇങ്ങനെ പറയുക കേട്ടോ അവിടെ നിന്ന്. അല്ല, പെട്ടെന്ന് അവിടെ വന്ന പെണ്ണേതാന്ന് ചോദിച്ചപ്പം ആരാണെന്നൊന്നും അറിയില്ല, മുമ്പ് കണ്ടിട്ടും ഇല്ലാത്ത പെണ്ണാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ആകെ ഒരു സംശയം, പെണ്ണ് ഏതായിരിക്കും എന്ന്. അപ്പോഴേക്ക് ഇവൻ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുക, ഈ പെണ്ണാണോ എന്ന്. അപ്പോൾ അത് ഈ പെണ്ണാ, ഞാൻ അവനെ ഇടിക്കാൻ പെട്ടെന്ന് വരുമായിരുന്നു, ഇവളാണെങ്കിൽ അവനെ വണ്ടിയിൽ നിന്ന് വലിച്ചു ചാടിച്ചിട്ട് രക്ഷിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പം അപ്പം അങ്ങനെ നായകനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്ന നായിക കൊള്ളാം, അവനെ എത്ര കാലം രക്ഷിച്ച് നിർത്തുമെന്ന് എനിക്ക് കാണണമെന്ന് മിഥുൻ അന്നേരം പറയുവാണ്. എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞ് മതി അടുത്ത നീക്കം എന്ന് മിഥുൻ. എന്നിട്ട് ഇവന്മാർ പുതിയ പ്ലാനൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് മിത്രയാണെങ്കിൽ നമ്മുടെ ആര്യന് വെള്ളം മേടിച്ചു കൊടുത്തു. ഇപ്പം എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു, വേദന എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ബുദ്ധിമുട്ട് മാറിയോ ആര്യ, അതോ ഇനി ആശുപത്രിയിൽ പോകണമെന്നൊക്കെ ചോദിക്കുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. സാരമില്ല, കൈകുത്തി വീണപ്പോൾ ചെറുതായിട്ടൊന്നും വലിഞ്ഞു, അതിൻ്റെയാ, നാളെ ആകുമ്പോഴേക്കും അതങ്ങ് മാർക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇത്രയ്ക്കും ടെൻഷനായി. അല്ല, നീ എങ്ങനെയാ കൃത്യമായിട്ട് ഇവിടെ എത്തിയത്, അതും ഈ സമയത്ത്? അത് പിന്നെ എങ്ങനെയോ ഞാൻ വന്നു, കോളേജിലിരുന്നപ്പോൾ എനിക്കൊരു തോന്നൽ വന്നു, ആര്യനെ നേരിട്ട് കണ്ട് ഓഫീസിൽ നിന്ന് അറിയിച്ച കാര്യം പറയണം എന്ന് ദൈവമായിട്ട് തോന്നിച്ചതായിരിക്കും എന്നിങ്ങനെ മിത്ര പറഞ്ഞപ്പോൾ അല്പമൊന്ന് തെറ്റിയിരുന്നെങ്കിൽ നീയും വലിയൊരു അപകടത്തിൽ പെടുമായിരുന്നു എന്ന് പറയുമ്പോൾ ആര്യൻ അപകടത്തിൽ പെടുമെങ്കിൽ ഞാനും പെട്ടോട്ടെ, സാരമില്ല എന്ന് മിത്ര അന്നേരം ആര്യനോട് പറയാം. അത് കേട്ട് ആര്യനൊന്നും മിണ്ടാതെ എങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ അവിടെ നിൽക്കുന്നു. അപ്പോൾ ആര്യനാണെങ്കിൽ കൈക്ക് വേദനയുണ്ട്. ആര്യ ഇങ്ങനെ നിൽക്കല്ലേ, വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു മിത്ര വിളിക്കുന്നുണ്ട്. അതൊന്നും വേണ്ട, ഒന്ന് വിശ്രമിച്ച് ഓക്കെ ആവും, നീ വരാൻ പറഞ്ഞു. എങ്കിലും ഒരു ഓട്ടോ പിടിച്ച് പോകാം, വണ്ടി ഇവിടെ ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് മിത്ര ആര്യനോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ അതൊന്നും വേണ്ട, അത് പറ്റില്ല എന്ന് പറഞ്ഞു ആര്യൻ. ആര്യ, ഈ ഒരു അവസ്ഥയിൽ നീ ഇങ്ങനെ വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു മിത്രയെ. ഇപ്പം തന്നെ വണ്ടി കൊണ്ടുപോകണമെന്ന് നിർബന്ധമാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എന്താന്ന് ചോദിച്ചു. അത് പിന്നെ വണ്ടി ഞാൻ ഓടിക്കാം, ആര്യൻ പുറകിലിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്തോന്ന് പറഞ്ഞത് കേട്ടില്ലേ, വണ്ടി ഞാൻ ഓടിച്ചോളാവെന്ന്. അതിന് നിനക്ക് വണ്ടി ഓടിക്കാനൊക്കെ പറ്റുമോ? ആര്യൻ എൻ്റെ പുറകിൽ കയറ്, എന്നിട്ട് നോക്കിയിട്ട് പറയാം എനിക്ക് അറിയാവോ ഇല്ലയോ എന്ന്. വേണ്ട, തൽക്കാലം ഞാൻ തന്നെ വണ്ടി എടുത്തോളാം, നീ വണ്ടിയിൽ കയറാൻ പറഞ്ഞു. അങ്ങനെ മിത്രയെ വണ്ടിയിൽ കയറ്റി അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് പോകുക. ആര്യനാണെങ്കിൽ കൈക്ക് നല്ല വേദനയുണ്ട്. മിത്ര അന്നേരം കൂടെ ഇരുന്ന് ദൈവം തന്നെ ആയിരിക്കുമല്ലേ എന്നെ ഇവിടെ എത്തിച്ചത് എന്നൊക്കെ മിത്ര ഇങ്ങനെ ആര്യനോട് ചോദിച്ചപ്പോൾ ആവാം എന്ന് ആര്യനും പറഞ്ഞു. അങ്ങനെ എന്തായാലും ഒരു വണ്ടി കാരണം കുറച്ചുകൂടി അവർക്ക് തമ്മിൽ അടുക്കാനൊരു അവസരം കിട്ടി. മിത്രയാണെങ്കിൽ അന്നേരത്തേക്ക് ആര്യൻ്റെ വയറിൽ കെട്ടിപ്പിടിക്കുന്നു, തോളിൽ കൈ വെക്കുന്നു. അങ്ങനെ മിത്ര ഓരോന്ന് സ്വപ്നമൊക്കെ കണ്ട് ഇങ്ങനെ പോവാട്ടോ. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും ഉള്ള ആ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ അവസാനിച്ചു. അങ്ങനെ ആ സെറ്റപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഉദയഭാനു ഇങ്ങനെ ഇരുന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ഭാര്യ അങ്ങോട്ടേക്ക് ചെന്നു. എത്ര കാലം കൂടിയാണെന്നോ അടുക്കള സാധനങ്ങൾക്ക് പഞ്ഞമില്ലാത്തൊരവസ്ഥ വന്നത് എന്ന് പറഞ്ഞ് ഭാര്യ വന്നിരിക്കുമ്പോൾ എങ്ങനെ പഞ്ഞം വരാനാടി, ബാലൻ്റെ കട മുഴുവനായിട്ട് ചാക്കി കെട്ടി നീ കൊണ്ടുവന്നില്ലെന്ന് ചോദിച്ചു. അരിക്കരി, പയറിനു പയറ് എന്നു വേണ്ട, തേച്ച് കുളിക്കാനുള്ള പയറുപൊടി വരെ ഞാനിങ്ങ് എടുത്തു. ബില്ല് കൊടുക്കാമെന്ന് പറഞ്ഞ് ബലം പിടിച്ചപ്പോൾ ബാലൻ സമ്മതിച്ചിരുന്നെങ്കിൽ അതോടെ തീർന്നേനെ എല്ലാം പുറംപൂച്ചു.
ആ അപ്പോഴും ഞാൻ കയറി നിങ്ങളെ തടയില്ലേ? സ്വന്തക്കാരല്ലേ ഉദയേട്ടാ, പണം കൊടുത്ത് അവരെ ചെറുതായിട്ട് കാണുന്നത് പോലെ ആവില്ലേ എന്നൊക്കെ ചോദിച്ച ഞാൻ എങ്ങനെയെങ്കിലും മെഴുകി വിടില്ലായിരുന്നു എന്ന് ഭാര്യ. ആ ഈ ശ്രീകലയെ തടിയൂരാൻ ആരും പ്രത്യേകിച്ച് പഠിപ്പിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിനോട് പറയുമ്പോൾ എന്തായാലും എടി കുത്തിരിച്ചാറുണ്ടപ്പോൾ ശരീരത്തിനാകെ ഒരു കുളിര, റേഷനരി ചോറുണ്ടും അടുത്തതല്ലേ എന്ന് ചേട്ടൻ പറയുമ്പോൾ കാര്യമൊക്കെ കാര്യം ശരി തന്നെയാ, തൽക്കാലം തലയൂരി എന്നുള്ളത് തന്നെ ശരി. പക്ഷേ ഇനി നിശ്ചയമാ വരാൻ പോകുന്നത്, അത് കഴിഞ്ഞ് കല്യാണവും. എന്ത് ചെയ്യുമെന്ന് വല്ല ഊഹം ഉണ്ടെന്ന് ചോദിച്ചപ്പം എടാ നീ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നേ? ബാലനെ പോലെ പൊന്മുട്ട ഇടുന്ന ഒരു താറാവല്ലേടി നമ്മുടെ മുന്നിൽ വന്ന് വിട്ടിരിക്കുന്നത്, പരമാവധി മുട്ട അങ്ങ് ഇടിപ്പിച്ചോളണം. അതെ, അയാൾ നമ്മുടെ അരികിൽ പാവം കളിച്ച് നിൽക്കുന്നു എന്നുള്ളത് ശരിയാ എന്ന് കരുതി ബാലൻ അങ്ങനെയാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയൊന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു ശ്രീകല. ആ വീട്ടിലെ സകല ഇനത്തിനെയും വരച്ച വരയിൽ നിർത്തിയേക്കുന്നവനാ അവൻ, ആ ഓർമ്മ നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. അതെ, ഇപ്പം തന്നെ നമ്മൾ വരുന്ന കാര്യങ്ങൾ എങ്ങനെ എവിടെയെന്നൊക്കെ ആലോചിച്ചാലുണ്ടല്ലോ, അന്തമില്ലാത്ത കാട്ടുവഴി മാത്രമേ നമ്മുടെ മുന്നിൽ കാണത്തുള്ളൂ. അത് നിനക്കറിയാവോന്ന് ചോദിച്ചു. എങ്ങനെയെങ്കിലും കാര്യങ്ങൾ നടത്തിയെടുക്കുക വേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് ആരെങ്കിലുമൊക്കെ വിളിക്കണ്ടേ എന്ന് ചോദിച്ചു. ദേ അകന്ന ബന്ധത്തിൽ നിനക്കൊരു അമ്മാവനില്ല, അയാളെയും കുടുംബത്തിനെയും വിളിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അടുത്ത ബന്ധുക്കളെയൊന്നും വിളിക്കണ്ട, അതാകുമ്പോഴേ നമ്മുടെ കാര്യങ്ങൾ കൂടുതലായിട്ടൊന്നും അറിയത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരിയാന്നും പറഞ്ഞുകൊണ്ട് ശ്രീകല ഇരിക്കാം. പക്ഷെ ബാലനുണ്ടല്ലോ, അയാൾ പ്രശ്നമാക്കിയാലോ ഉദയേട്ടാ, അപ്പം എന്തു ചെയ്യും? ഒന്നാമത് അനാഥനായിട്ട് വളർന്നതുകൊണ്ടേ ബന്ധുക്കാരെന്നും പറഞ്ഞ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ചിരിക്കുക അങ്ങേര്. അപ്പം എടീ ആ കാര്യത്തിൽ ബാലനെ നമുക്ക് എന്തെങ്കിലും നമ്പറിട്ടൊക്കെ നിർത്താന്നേ. അപ്പം തുണിയും സ്വർണ്ണമൊക്കെയോ? എടി നല്ല വിലയുള്ള സാരികൾ വാടകയ്ക്ക് കൊടുക്കുന്ന കടകളൊക്കെ ഉണ്ട്, വാടക കാശ് മാത്രം ഒപ്പിച്ചാൽ തുണി ഇങ്ങ് കിട്ടും. പിന്നെ സ്വർണം അതും വാടകയ്ക്ക് തന്നെ ഒപ്പിക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ വന്നിട്ടും പോയിട്ടും ബാലൻ്റെ വീട്ടുകാർ വരുമ്പോൾ ഭക്ഷണത്തിനുള്ള വഴി മാത്രം കണ്ടെത്തിയാൽ മതിയെന്നൊക്കെ അച്ഛൻ പറയുക. വീടൊക്കെ നന്നായിട്ടൊന്ന് അലങ്കരിക്കണ്ടേ? അതും ആരെങ്കിലൊക്കെ പറ്റിക്കാം. അപ്പോൾ പറ്റിയിരുന്നൊരു വാക്ക് മാത്രം നിങ്ങൾക്ക് അറിയത്തുള്ളല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അതേടി നീ ഒറ്റ കാരണമല്ലേ ഇങ്ങനെ പറ്റിക്കാൻ പഠിച്ചതെന്ന് ചോദിച്ചപ്പോൾ പെണ്ണുങ്ങളല്ലേ മനുഷ്യ, ഒന്നുമല്ലെങ്കിലും ഇന്ന് വയറ് നിറച്ച് തിന്നാനുള്ള വക കിട്ടിയ ദിവസമല്ലേ എന്നൊക്കെ ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്നു. അതാകെയുള്ളൊരാശ്വാസം എന്ന് ഉദയഭാനു. അങ്ങനെ രണ്ടുപേരും ചിരിയും കളിയൊക്കെ ആയിട്ട് അവിടെ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അമ്മ വസുന്ധരാമ നന്ദിനി അമ്മ ഇറങ്ങി വരുന്ന സമയത്ത് ഗോമതി അങ്ങോട്ടേക്ക് ചെല്ലുന്നു. മോളെ കണ്ടപ്പോൾ അമ്മ ഇറങ്ങി വന്നു. അപ്പം അങ്ങനെ ഇറങ്ങി വന്നപ്പോൾ എന്താ മോളെ, എന്താ നിനക്ക് പറ്റിയേ? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നു, നീ നിനക്ക് അറിയണേന്നൊക്കെ അമ്മ ചോദിച്ചു. അപ്പോഴേക്കും ഇറങ്ങി വരുന്നു നമ്മുടെ അടുത്ത മുതൽ രാജശ്രീ വന്നത് കാണുന്നു. അപ്പോൾ കാര്യം പറയണ്ട മോളെ എന്ന് അമ്മ ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ഗോമതി ഇതൊക്കെ കേട്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവളെന്തിനാ കരയുന്നേ? എൻ്റെ മണ്ടക്കാട്ട് ഭഗവതി ഈശോ നീ തുണച്ചല്ലോ, അയ്യോ ദേ ഉദയഭാനു കല്യാണം വേണ്ടെന്ന് പറഞ്ഞു, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ നീ ഇങ്ങനെ നിന്ന് കരഞ്ഞാൽ എങ്ങനെയാ മോളെ? വെറുതെ ആദ്യം കയറ്റി എന്നെ കൊല്ലുവോ എന്ന് അമ്മ മോളോട് ചോദിക്കുക. അപ്പോഴേക്കും ഓടിക്കതച്ച് അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുക. എനിക്ക് സന്തോഷം, അപ്പോൾ വേണ്ടെന്ന് പറഞ്ഞല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ നിനക്ക് എന്താ രാജശ്രീ ഇതിൽ കാര്യമെന്ന് ചോദിച്ചു. അമ്മയ്ക്ക് എന്താ ഈ വേലയ്ക്കരികിൽ കാര്യമെന്നാ ഞാൻ ചോദിക്കേണ്ടേ? തൽക്കാലം ഞാനത് ചോദിക്കുന്നില്ലെന്ന് പറയുമ്പോൾ പിന്നെ നീ സ്ത്രീധനമായി ചുമന്നുകൊണ്ട് വന്നതല്ലേ ഈ വീടും പറമ്പും അതിരും ഒക്കെ, നീ നിന്റെ പാട് നോക്കി പോ രാജശ്രീ എന്ന് അമ്മ പറയുമ്പോൾ ഞാൻ എൻ്റെ പാട് തന്നെയാ നോക്കുന്നതെന്ന് രാജശ്രീ അന്നേരം പറഞ്ഞു. എൻ്റെ മകൻ്റെ കല്യാണം മുടക്കിച്ചവൻ്റെ അമ്മ ഇവിടെ നിന്ന് കരയുന്നത് കണ്ടാലേ ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്കല്ലേ ഉണ്ടാവുക. അപ്പം പിന്നെ ഇത് എൻ്റെ കാര്യം തന്നെയല്ലേ എന്ന് ചോദിച്ചു കേട്ടോ. പിന്നെ എന്തിനാ നീ ഇവിടെ നിന്ന് കരയുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഗോമതി എന്ന് പറഞ്ഞു. രാജശ്രീക്ക് പ്രവചിക്കാനുള്ള ഫലസിദ്ധിയൊക്കെ കിട്ടിയിട്ടുണ്ടോ, അതോ ദിവ്യദൃഷ്ടിയാണോ എന്നൊക്കെ ഗോമതി അന്നേരം ചോദിച്ചു. ഭൂതവും ഭാവിയും ഒക്കെ എനിക്ക് അറിയാവുന്ന തന്നെ നീ കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു രാജശ്രീ. അത്ര സാമർഥ്യക്കാരിയാണ് നീയെങ്കിലേ ഒന്ന് പറഞ്ഞേ ഗോമതി എന്തിനാ വിഷമിക്കുന്നതെന്ന്. ഞാൻ പറയട്ടെ. കെട്ടി ആഘോഷിച്ചുകൊണ്ട് കിടന്ന ആ കല്യാണമില്ലേ ആനന്ദിൻ്റെ, അതങ്ങ് മുടങ്ങി. അപ്പം അത് കേട്ടപ്പോൾ അമ്മ ഞെട്ടി. ഗോമതി അന്നേരം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണേ. ചെറുക്കനെ ഞങ്ങൾക്ക് വേണ്ടാന്നേ പെണ്ണിൻ്റെ വീട്ടുകാർ വിളിച്ചു പറഞ്ഞു, അതല്ലേ കാര്യമെന്ന് ചോദിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഗോമതി ചിരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പം നേരാണോ മോളെ എന്ന് അമ്മ ചോദിച്ചു. ഗോമതിക്ക് എന്താ മിണ്ടാട്ടം മുട്ടിപ്പോയോ? പറയാനുള്ളത് പറ. അപ്പം പറയാനേ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല രാജശ്രീ. അതെ, ഈ നിമിഷം വരെ ആനന്ദിൻ്റെ കല്യാണ കാര്യത്തിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല രാജശ്രീ എന്ന് നമ്മുടെ ഗോമതി പറഞ്ഞു. എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക രാജശ്രീ.
എൻ്റെ ഈശ്വരൻ തുണച്ചു എന്നും പറഞ്ഞുകൊണ്ട് അന്നേരം അമ്മ, പിന്നെ നീ എന്തിനാ കരഞ്ഞേ? അത് പിന്നെ രാജശ്രീ ഉദ്ദേശിച്ച കാര്യത്തിനല്ല എന്നുള്ളത് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. ഇങ്ങനെ നോക്കുക കേട്ടോ, ഇനി രാജശ്രീ പോയി അടുത്ത പദ്ധതി എന്താണെന്ന് വെച്ചാൽ ആലോചിക്കാൻ പറഞ്ഞു. എന്നും പറഞ്ഞിട്ട് തുള്ളിച്ചാടി അവിടുന്ന് രാജശ്രീ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അമ്മ ചോദിച്ചു എന്താ മോളേന്ന്. അപ്പോൾ അമ്മ ആരിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുക. അപ്പോൾ എനിക്കിത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല അമ്മയെന്ന് പറയുമ്പോൾ സ്വന്തം മക്കളെ പറ്റി ആലോചിക്കുമ്പോൾ എല്ലാ അമ്മമാർക്കും ഇതൊക്കെ തന്നെയാണ് മോളെ അനുഭവം എന്ന് ഈ അമ്മ ഗോമതിയോട് പറയുക. ആയുസ് ഒടുങ്ങുന്നത് വരെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആ നീറ്റലും വേദനയും ആദിയും പട്ടട വരെ ഉണ്ടാകും മോളെ. അങ്ങനെ കരുതി പിടിച്ചു നിൽക്കുക, അതേ അമ്മയ്ക്ക് നിനക്ക് പറഞ്ഞു തരാനുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഈ അമ്മ ഇങ്ങനെ ഗോമതിയെ ഉപദേശിക്കുക. ഏറ്റവും കൂടുതൽ മനസ്സ് വേദനിക്കുന്നത് ഏത് കുഞ്ഞിനു വേണ്ടിയാണോ അതിനെ ഈശ്വരനിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അമ്മ. മറ്റൊന്നും അമ്മമാർക്ക് ചെയ്യാനില്ല എന്നും പറഞ്ഞ് ആ അമ്മ ഇങ്ങനെ പറയും. ആരിനെ പറ്റി ഗോമതിയോട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് മോളെ സമാധാനിപ്പിക്കുകയാണ് അമ്മ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈശ്വരനിൽ നമ്മുടെ ആര്യനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഗോമതി. എന്നിട്ട് വീട്ടിലേക്ക് കയറി ചെന്നു. അവിടെ ചെന്ന് വിഷമിച്ചിരിക്കുന്നു. അപ്പം മീനും അങ്ങോട്ടേക്ക് വന്നു. അമ്മയ്ക്ക് എന്താ പറ്റിയ? ഇന്നത്തെ ദിവസം അമ്മ ഒന്ന് തിരിഞ്ഞു നോക്കിയത് പോലും ഇല്ലല്ലോ വീട്ടിലേക്കെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒന്നിനും തോന്നുന്നില്ല മോളെ എന്നും പറഞ്ഞു ഗോമതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. ഇത്രയും നാളും ഞാൻ വിചാരിച്ചിരുന്നത് ഈ വീടും ഇതിനകത്തുള്ള എല്ലാവരും ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കൂ എന്നുള്ളതാണെന്ന കാര്യം പറയണം. പക്ഷേ എല്ലാവർക്കും നന്മ, എല്ലാവർക്കും സന്തോഷം ഇതൊക്കെ ഉണ്ടാകുമെന്നോ? അങ്ങനെയൊന്നും അല്ല എന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. എല്ലാം എൻ്റെ ഒരു ദിവാസ്വപ്നം പോലെ ആയി പോയി എന്നൊക്കെ പറഞ്ഞാണ് ഗോമതി കരയുന്നത്. പഠിച്ചൊരു നിലയിലെത്തേണ്ട എൻ്റെ കുഞ്ഞ് ഇന്ന് ചാക്ക് ചുമക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവനെ കഷ്ടപ്പെടാൻ വിട്ടിട്ട് ഈ വീടിൻ്റെ സുഖത്തിലും സന്തോഷത്തിലും ഞാൻ സ്വസ്ഥമായിട്ടിരിക്കണോ എന്നൊക്കെ ഗോമതി മീനുവിനോട് ചോദിക്കുക കേട്ടോ. മീനുവിന് എന്ത് പറയണമെന്നും അറിയില്ല, ഒരിക്കലും ഇല്ല. അവൻ്റെ അമ്മയാണ് ഞാനേ ഉള്ളൂ അവനെന്നും പറഞ്ഞു യുദ്ധം പ്രഖ്യാപിക്കുക ഈ ഗോമതി വീട്ടിൽ. എനിക്കങ്ങനെ കൈയൊഴിഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു. അപ്പോൾ അമ്മ എന്ത് ചെയ്യാനാ നമ്മളിന്ന് മീനു അന്നേരം അമ്മയോട് ചോദിക്കുക. എന്തും ചെയ്യുമെന്ന് പറഞ്ഞു ഗോമതി ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുന്നു. ഏതറ്റം വരെയും പോകും ഞാനെന്നും പറഞ്ഞു. അപ്പോഴേക്കും ഗോമതി എന്നും പറഞ്ഞ് വിളിച്ച് ബാലൻ കയറി വരുന്നു. കൊണ്ടുവന്ന് കയ്യിലേക്ക് പേഴ്സ് കൊടുത്തു. എന്നിട്ട് ഓരോരുത്തരായിട്ട് വിളിക്കുക. അപ്പോൾ ഓരോരുത്തരായിട്ട് വരുന്നു. ദാ കടയിലെ കണക്ക് ബുക്ക് കാണിക്കാത്തതും പറയാത്തതുമായിട്ടുള്ള വിഷമമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ മാമൻ എന്തേന്ന് ചോദിച്ചു. അവൻ പുറകെ വന്നോളൂ എന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ഇന്നും 2000 കുറച്ചേക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്നും അച്ഛൻ ഇങ്ങനെ ഓർമ്മിപ്പിക്കണമെന്നൊന്നുമില്ല. എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാനത് ഫീഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അനു. മേടിക്കേ എന്നും പറഞ്ഞു ബാലൻ. ഈ സമയത്ത് ഗോമതി ഭയങ്കര ദേഷ്യത്തിൽ തന്നെ നിൽക്കുന്നത്. ഗോമതി പിന്നെ ഒരു വിശേഷമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഗോമതി ഇങ്ങനെ നോക്കുക. എന്താണെന്നൊന്ന് ചോദിക്കേണ്ട ഗോമതി. അപ്പോൾ ബാലേട്ടൻ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. എന്തോ മൂഡ് ഓഫ് ആണല്ലേ, എന്ത് പറ്റി? പക്ഷേ ഈ വാർത്ത കേൾക്കുമ്പോഴേ എല്ലാ മൂഡ് ഓഫും മാറിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ അതെന്താണെന്ന് അറിയാം മീനുവിനൊരാകാംക്ഷ. നമ്മുടെ ആനന്ദിൻ്റെയും അതുപോലെ ശ്രീദേവിയുടെയും വിവാഹത്തിൻ്റെ ഡേറ്റ് തീരുമാനിച്ചു എന്ന് പറഞ്ഞു. ഇതെന്താ ഗോമതി, ഇത് കേട്ടിട്ടും നിനക്ക് സന്തോഷമൊന്നുമില്ലേ? അത് കേട്ടപ്പോൾ ആര്യൻ വരുമോ നിശ്ചയത്തിന് എന്ന് ഗോമതി ചോദിച്ചു. അപ്പോൾ ബാലൻ്റെ മുഖം അങ്ങ് മാറി. പറ ബാലേട്ടാ, ആര്യൻ വരുമോ എന്നാണ് ചോദിച്ചത്. അത് കേട്ടപ്പോൾ ബാലനൊന്നും മിണ്ടുന്നില്ല കേട്ടോ. എങ്കിൽ ഞാൻ സന്തോഷിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ കാര്യം എനിക്കെങ്ങനെ അറിയാമെന്ന് ബാലൻ ഗോമതിയോട് ചോദിക്കുക. നീയല്ലേ മകനെ തിരിച്ചു കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞു പോയത്. അപ്പോൾ ബാലേട്ടനില്ലേ അവൻ വരണമെന്നുള്ളത്? ആനന്ദിൻ്റെ നിശ്ചയം ആര്യൻ കൂടണമെന്ന് ബാലേട്ടന് ആഗ്രഹമില്ലെന്ന് ചോദിച്ചപ്പോൾ അവൻ വന്നാലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല എന്ന് ബാലൻ ഗോമതിയോട് പറയണം. എന്നെ അനുസരിച്ച് കൂടെ നിന്ന മകൻ ആനന്ദ, അവൻ്റെ വധുവിനെ തിരഞ്ഞെടുത്തതും ഞാനാ. അത് കേട്ടപ്പോൾ മീനുവിനും ദേഷ്യം വരുന്നുണ്ട്. ആരൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആനന്ദിൻ്റെ നിശ്ചയം ഞാൻ സന്തോഷത്തോടെ നടത്തുമെന്ന് ബാലൻ വെല്ലുവിളിക്കുന്നു. തന്തയോട് സ്നേഹവും കൂറുമില്ലാത്ത മക്കൾക്ക് വേണ്ടി എൻ്റെ സന്തോഷത്തെ ബലി കഴിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് ഇയാൾ പറഞ്ഞു. എങ്കിൽ ഇതും കൂടി ബാലേട്ടൻ കേട്ടോളാൻ ഗോമതി പറയാ ബാലനോട്. ആര്യനില്ലാത്ത ഒരു നിശ്ചയ ചടങ്ങിനും ഈ ഗോമതിയും ഉണ്ടാകില്ല എന്ന് ഗോമതി ആര്യൻ്റെ പേരിൽ അവിടെ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിശ്ചയത്തിന് മാത്രമല്ല, ആര്യനില്ലെങ്കിൽ ആനന്ദിൻ്റെ കല്യാണത്തിനും ഞാനുണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് സത്യവും ചെയ്ത് നമ്മുടെ ഗോമതി ഇങ്ങനെ ബാലനെ തകർത്തെറിഞ്ഞ് നിൽക്കുന്നിടത്താണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ചെയ്യുകയും ടേക്ക് കെയർ, ബൈ ബൈ. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും.
അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ കൊണ്ട് നിർത്തുന്നു. താങ്ക് യു. സി അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.